അങ്ങനെ അവസാനം നമ്മൾ കർണാടക സ്റ്റേറ്റിലോട്ട് എത്തുകയാണ്. ബന്ദിപ്പൂർ എത്തുകയാണ് നമ്മളെ വരവേൽക്കുന്നത് മറ്റൊരു മൈല, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ടൈഗറിനെ കാണാൻ പറ്റുമെന്നുള്ളതാണ് അന്വേഷണം. മാനൊന്നും കണ്ടിട്ട് ഇപ്പൊ കൗതുകങ്ങളൊക്കെ മാറി, ഇഷ്ടം പോലെയായി, മാനും മയിലും ഇഷ്ടം പോലെയായി. ഇതിനുള്ളിൽ ആനനെ കാണാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ആനനെ കണ്ടാലും ഇല്ലെങ്കിലും ഉണ്ടല്ലോ, ബന്ദിപ്പൂരിലൂടെയുള്ള ആ യാത്ര, കാടിന്റെ വന്യത എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ ബന്ദിപ്പൂർ തന്നെ വേണം. വിസിബിലിറ്റി ഉണ്ട്, കാരണം രണ്ട് സൈഡും അവര് കള്ളിങ് ഒക്കെ ചെയ്ത് നിർത്തിയിരിക്കുന്നത് കാരണം മരങ്ങള് കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ട് മാറിയിട്ട്, അപ്പൊ ശരിക്കും നമ്മൾക്ക് ആ കാട് വളരെ ഭംഗിയിൽ കാണാൻ പറ്റും. പിന്നെ ആ കാടിന്റെ വന്യത, ഞാൻ ആലോചിച്ചൊരു കാര്യം, എങ്ങാനും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റുന്നതാണ്. അങ്ങനെ ബന്ദിപ്പൂര് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗുണ്ടൽപേട്ട് എത്തി. കണ്ണടച്ച് ഉറക്കണ നേരം കൂടെ ഗുണ്ടൽപേട്ട് എത്തി. ഇതാ ഇവിടെ സൂര്യകാന്തി തോട്ടങ്ങൾ. ഇവിടെ കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം അവർ 50 രൂപ 60 രൂപ ഒക്കെ വീഡിയോ എടുക്കാനായിട്ട് നമ്മളിൽ നിന്ന് വാങ്ങും. അതിനുവേണ്ടി മാത്രം വെച്ചിരിക്കുന്ന പാച്ച് ഓഫ് സൺഫ്ലവർ ആണിത്. അവിടുന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി ഗുണ്ടൽപേട്ടിൽ ഇഷ്ടം പോലെ വന്നതുകൊണ്ട് നമ്മൾ ഇനി അധികം ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നില്ല. ഇതിലൂടെ നമ്മൾക്ക് തിരിച്ച് നേരെ ബത്തേരിയിലോട്ട് തിരിച്ച് നമ്മൾക്ക് എത്താം വൈകിട്ട്.